യൂണിറ്റ് 5 നോക്കും. അപ്പം സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ QA സ്ട്രാറ്റജി ഒരു ഔട്ട്ലൈൻ ആണ്, അത് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സൈക്കിൾ ടെസ്റ്റിംഗ് അപ്രോച്ച് ഈ സ്ട്രാറ്റജി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. വേസ് ഓഫ് മെറ്റിഗേറ്റിംഗ് പ്രോഡക്റ്റ് റിസ്ക്, പ്രോഡക്റ്റ് റിസ്ക് എങ്ങനെ മെറ്റിഗേറ്റ് ചെയ്യല്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ദ ടെസ്റ്റ് ലെവൽ, പിന്നെ ദ കൈൻഡ് ഓഫ് ടെസ്റ്റിംഗ് ടു ബി പെർഫോംഡ് ആൻഡ് എൻട്രിയും എക്സിറ്റ് ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യും. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് സ്ട്രാറ്റജി ഒരു ഔട്ട്ലൈൻ ആണ്, അത് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ടെസ്റ്റിംഗ് അപ്രോച്ച് അത് made to inform testers, project managers and developers on some major issues of testing process. ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ടെസ്റ്റിംഗ് ഒബ്ജക്റ്റീവ്, ടോട്ടൽ ടൈം, റിസോഴ്സ് നീഡഡ് ഫോർ എ പ്രോജക്റ്റ്, മെത്തേഡ്സ് ഓഫ് ടെസ്റ്റിംഗ്, ന്യൂ ഫങ്ഷണാലിറ്റീസ് ആൻഡ് ദ ടെസ്റ്റിംഗ് എൻവയൺമെന്റ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ക്വാളിറ്റി അഷുറൻസ് സ്ട്രാറ്റജി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് മെറ്റിഗേറ്റ് ചെയ്യേണ്ടത്, പ്രോഡക്റ്റ് റിസ്ക് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അറ്റ് ദ ടെസ്റ്റ് ലെവൽ, വാട്ട് കൈൻഡ്സ് ഓഫ് ടെസ്റ്റിംഗ് ആർ ടു ബി ഡൺ ആൻഡ് വിച്ച് എൻട്രി ആൻഡ് എക്സിറ്റ് ക്രൈറ്റീരിയ വിൽ അപ്ലൈ. They are made based on development design document. അപ്പോൾ development design documentsലാണ് അവർ ബേസ് ചെയ്യുന്നത്. Strategic issues unique ആണ്, കമ്പനി ടു കമ്പനി അത് വേരി ചെയ്യും. Some areas that typically produce strategic issues are ഒന്ന് strategic focus, പിന്നെ ഒന്ന് strategic competencies, പിന്നെ culture modification അല്ലെങ്കിൽ organizational change, resource limitations, strategic alliances, acquisitions, mergers, joint ventures, pinna e-commerce products. There are many strategies that can be used to test software. Software test ചെയ്യാൻ കുറേ strategy ഉണ്ട്. ഒരു എക്സ്ട്രീമിൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും, സിസ്റ്റം ഫുള്ളി കൺസ്ട്രക്റ്റഡ് ആണ് എന്നിട്ട് ടെസ്റ്റ് നടത്തുക. പക്ഷെ ഇത് വർക്ക് ചെയ്യുന്നില്ല, ഇത് ബഗി സോഫ്റ്റ്വെയർ പ്രൊഡ്യൂസ് ചെയ്യും. വേറെ ഒരു എക്സ്ട്രീം കണ്ടീഷനിൽ നമുക്ക് ഡെയിലി ബേസിസിൽ ടെസ്റ്റ് നടത്താൻ പറ്റും. And whenever any part of the system is constructed. ഈ അപ്രോച്ച് അപ്പീലിംഗ് ആണ് to many and be very effective. ഇത് ഭയങ്കര എഫക്റ്റീവ് മെത്തേഡ് ആണ്. A testing strategy that is chosen by most software teams falls between the two extremes. അപ്പോൾ ഈ രണ്ട് എക്സ്ട്രീംസിലാണ് ഫോളോ ചെയ്യുന്നത്. മോസ്റ്റ് സോഫ്റ്റ്വെയർ ടീം ടെസ്റ്റിംഗ് നടത്തുമ്പോൾ ഈ രണ്ട് എക്സ്ട്രീംസിലാണ് ഇത് ഫോളോ ചെയ്യുന്നത്. ഇതൊരു ഇൻക്രിമെന്റൽ വ്യൂ ഓഫ് ടെസ്റ്റിംഗ് ആണ്. Beginning with the testing of individual program units, moving to test designed to facilitate the integration of the units, culminating with the test that exercise the constructed system. അപ്പോൾ വെബ് ആപ്ലിക്കേഷൻ ടെസ്റ്റിംഗ് പറഞ്ഞാൽ എന്താണ്? വെബ് ആപ്ലിക്കേഷൻ ടെസ്റ്റിംഗ് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ടെക്നിക് ആണ്. അത് എക്സ്ക്ലൂസീവ്ലി അഡോപ്റ്റഡ് ടു ടെസ്റ്റ് ദ ആപ്ലിക്കേഷൻസ് ദാറ്റ് ആർ ഹോസ്റ്റഡ് ഓൺ ദി വെബ്. വെബിൽ ഹോസ്റ്റായ ആപ്ലിക്കേഷൻസിനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. വെബ് ആപ്ലിക്കേഷൻ ടെസ്റ്റിംഗിന്റെ ടെക്നിക്സ് ഒന്ന് ഫങ്ഷണാലിറ്റി ടെസ്റ്റിംഗ്, വെരിഫൈ ചെയ്യുക ഡെഡ് പേജ്, ഇൻവാലിഡ് ഡീറ്റെയിൽസ് ഒന്നും ഇല്ല, പിന്നെ എല്ലാ വാലിഡേഷൻസും ഫീൽഡിൽ ചെക്ക് ചെയ്യുക, പിന്നെ റോങ് ഇൻപുട്സ് ഉണ്ടോ എന്ന് നോക്കുക ടു പെർഫോം നെഗറ്റീവ് ടെസ്റ്റിംഗ്, പിന്നെ സിസ്റ്റത്തിന്റെ വർക്ക് ഫ്ലോ ചെക്ക് ചെയ്യുക, പിന്നെ ഡാറ്റ ഇന്റഗ്രിറ്റി വെരിഫൈ ചെയ്യുക. പിന്നുള്ളത് യൂസബിലിറ്റി ടെസ്റ്റിംഗ് ആണ്. അത് വെരിഫൈ ചെയ്യുക എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഈസി ടു യൂസ് ആണെന്നോ അല്ലയോ. പിന്നെ നാവിഗേഷനും കൺട്രോൾസും ടെസ്റ്റ് ചെയ്യും, പിന്നെ അതിലുള്ള കണ്ടന്റ് ചെക്ക് ചെയ്യും, പിന്നെ യൂസർ ഇൻറ്റ്യൂഷൻ ചെക്ക് ചെയ്യും. പിന്നുള്ളത് ഇന്റർഫേസ് ടെസ്റ്റിംഗ് ആണ്. പെർഫോംഡ് ടു വെരിഫൈ ദ ഇന്റർഫേസ് ആൻഡ് ഡാറ്റ ഫ്ലോ ഫ്രം വൺ സിസ്റ്റം ടു അതർ. അപ്പോൾ വൺ സിസ്റ്റം ടു അതർ സിസ്റ്റം ഡാറ്റ ഫ്ലോ ചെക്ക് ചെയ്യും, ഇന്റർഫേസ് വെരിഫൈ ചെയ്യും. പിന്നുള്ളത് കമ്പാരിറ്റീവ്ലി ടെസ്റ്റിംഗ് ആണ്. Compatibility testing is performed based on the context of the application. ഒന്ന് ബ്രൗസർ കമ്പാക്റ്റബിൾ ആണോ അല്ലയോ, മറ്റൊന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പാക്റ്റബിൾ ആണോ അല്ലയോ, പിന്നെ വേരിയസ് ഡിവൈസസ്, നോട്ട്ബുക്ക്, മൊബൈൽ, ആ ഡിവൈസസ് എല്ലാം കമ്പാക്റ്റബിൾ ആണോ അല്ലയോ. പിന്നെ ഉള്ളത് പെർഫോമൻസ് ടെസ്റ്റിംഗ് ആണ്. അത് പെർഫോമൻസ് ടു ബി വെരിഫൈ ദ സെർവർ റെസ്പോൺസ് ടൈം ആൻഡ് ത്രൂപുട്ട് അണ്ടർ ദ വേരിയസ് ലോഡ് കണ്ടീഷൻസ്. അപ്പം സെർവറിന്റെ റെസ്പോൺസ് ടൈമും ത്രൂപുട്ടും ലോഡ് കണ്ടീഷനിൽ ടെസ്റ്റ് ചെയ്യുക, അതാണ് പെർഫോമൻസ് ടെസ്റ്റിംഗ്. ഒന്ന് ലോഡ് ടെസ്റ്റിംഗ്. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ടെസ്റ്റിംഗ് കണ്ടക്ടഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ബിഹേവിയർ ഓഫ് ദ സിസ്റ്റം അണ്ടർ എ സ്പെസിഫിക് ലോഡ്. അപ്പം സിസ്റ്റത്തിന്റെ ബിഹേവിയർ ഒരു സ്പെസിഫിക് ലോഡിൽ എങ്ങനെയാണ്, അതാണ് ലോഡ് ടെസ്റ്റിംഗ്. ലോഡ് ടെസ്റ്റിംഗ് വിൽ റിസൾട്ട് ഇൻ മെഷറിംഗ് ഇമ്പോർട്ടൻറ്റ് ബിസിനസ് ക്രിട്ടിക്കൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ലോഡ് ഓൺ ദ ഡാറ്റാബേസ്. ആപ്ലിക്കേഷൻ സെർവർ ആർ ഓൾസോ മോണിറ്റേർഡ്. സ്ട്രെസ് ടെസ്റ്റിംഗ് പറഞ്ഞാൽ അത് പെർഫോം ചെയ്യുന്ന അപ്പർ ലിമിറ്റ് കപ്പാസിറ്റി ഓഫ് ദ സിസ്റ്റം ആൻഡ് ടു ഡിറ്റർമൈൻ
how the system confirms if the current load goes well above the expected maximum. അപ്പം കറണ്ട് ലോഡിനെക്കാളും മോഡലിൽ എക്സ്പെക്റ്റഡ് മാക്സിമം പോകുമ്പോൾ ടെസ്റ്റിംഗ് ആണ്. സോക്ക് ടെസ്റ്റിങ്ങിന് എൻഡുറൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നുണ്ട്. അത് പെർഫോം ടു ഡിറ്റർമൈൻ ദ സിസ്റ്റം പാരാമീറ്റേഴ്സ് അണ്ടർ കണ്ടിന്യൂസ് എക്സ്പെക്റ്റഡ് ലോഡ്. ഡ്യൂറിങ് സോക്ക് ടെസ്റ്റ് പാരാമീറ്റേഴ്സ് സച്ച് ആസ് മെമ്മറി യൂട്ടിലൈസേഷൻ എല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട്. മെമ്മറി ലീക്സ് ഉണ്ടോ അല്ലെങ്കിൽ പെർഫോമൻസ് ഇഷ്യൂസ് ഉണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. സിസ്റ്റത്തിന്റെ പെർഫോമൻസ് ഡിസ്കവർ ചെയ്യുന്നുണ്ട് അണ്ടർ ദ സസ്റ്റൈൻഡ് യൂസ്. പിന്നുള്ളത് സ്പൈക്ക് ടെസ്റ്റിംഗ് ആണ്. സ്പൈക്ക് ടെസ്റ്റിംഗ് എങ്ങനെ ടെസ്റ്റ് ചെയ്യല്? അത് പെർഫോംഡ് ബൈ ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് യൂസേഴ്സ് സഡൻലി ബൈ എ വെരി ലാർജ് എമൗണ്ട് ആൻഡ് മെഷറിംഗ് ദ പെർഫോമൻസ് ഓഫ് ദ സിസ്റ്റം. The main aim is to determine whether the system will be able to sustain the workload. അപ്പോൾ വർക്ക് ലോഡ് സസ്റ്റൈനബിൾ ആണോ നല്ലയോ എന്നാണ് നോക്കല് സ്പൈക്ക് ടെസ്റ്റിംഗിൽ. പിന്നുള്ളത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് വാലിഡേഷൻ ടെസ്റ്റിംഗ് ആണ്. The process of evaluating software during development process or at the end of the development process to determine whether it satisfies the specific business requirements. അപ്പം സോഫ്റ്റ്വെയറിന്റെ ഡെവലപ്മെന്റ് പ്രോസസ്സിൽ ടെസ്റ്റ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. അത് ഡെവലപ്മെന്റ് പ്രോസസ് അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ഡെവലപ്മെന്റ് പ്രോസസ്സിൽ അത് സ്പെസിഫൈഡ് ബിസിനസ് റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. വാലിഡേഷൻ ടെസ്റ്റിംഗ് എൻഷുവേഴ്സ് ദാറ്റ് ദ പ്രോഡക്റ്റ് ആക്ച്വലി മീറ്റ്സ് ദ ക്ലയന്റ്സ് നീഡ്. അപ്പോൾ ക്ലയന്റിന്റെ നീഡ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അതാണ് വാലിഡേഷൻ ടെസ്റ്റിംഗ്. It can be defined as to demonstrate that the product fulfills its intended use when deployed on an appropriate environment. ഒരു appropriate environmentൽ the product വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കും. Validation testing workflow. Requirement specification, high level design, detailed design, program specification, coding. User acceptance testing, system testing, integration testing, unit testing. ആക്ടിവിറ്റീസ് യൂണിറ്റ് ടെസ്റ്റിംഗ് ചെയ്യും, പിന്നെ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ചെയ്യും, പിന്നെ സിസ്റ്റം ടെസ്റ്റിംഗ് ചെയ്യും, പിന്നെ യൂസർ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ചെയ്യും. സിസ്റ്റം ടെസ്റ്റിംഗ് പറഞ്ഞാൽ അത് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ഹിഡൻ. System testing is a type of software testing that is performed on a complete integrated system to evaluate the compliance of the system with the corresponding requirements. System testing is carried out on the whole system in the context of either system requirement specifications or functional requirement specification. അപ്പോൾ അത് functional requirement specifications നോക്കും, which is also a kind of black box testing because the design is hidden. Design hidden ആയിരിക്കും. അപ്പം സിസ്റ്റം ടെസ്റ്റിംഗ് പ്രോസസ്സിന്റെ ഫോളോയിങ് സ്റ്റെപ്സ് ആണ്. ഒന്ന് ടെസ്റ്റ് ചെയ്യുക, എൻവയറൺമെന്റ് സെറ്റപ്പ്, പിന്നെ ക്രിയേറ്റ് ടെസ്റ്റ് കേസ്, പിന്നെ ക്രിയേറ്റ് ടെസ്റ്റ് ഡേറ്റ, പിന്നെ എക്സിക്യൂട്ട് ദ ടെസ്റ്റ് ഡേറ്റ, പിന്നെ ഡിഫക്റ്റ് റിപ്പോർട്ടിംഗ്, എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യും, പിന്നെ റിഗ്രഷൻ ടെസ്റ്റിംഗ്, ലോഗ് ഡിഫക്ട്സ്, റീടെസ്റ്റ്. ടെസ്റ്റ് സക്സസ്ഫുൾ അല്ലെങ്കിൽ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യും, അതാണ് റീടെസ്റ്റ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡയഗ്രാം നോക്കാം. സെറ്റപ്പ് ടെസ്റ്റ് എൻവയറൺമെന്റ്, ജനറേറ്റ് ടെസ്റ്റ് കേസസ്, ജനറേറ്റ് ടെസ്റ്റിംഗ് ഡാറ്റ, എക്സിക്യൂട്ട് ടെസ്റ്റ് കേസസ്, defect reporting, regression testing, log defects, retest. In the context of software engineering, debugging പറഞ്ഞാൽ process of fixing a bug in the software ആണ്. സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും ബഗ് ഉണ്ടെങ്കിൽ അതിനെ ഫിക്സ് ചെയ്യുന്ന വർക്കാണ് ഡീബഗിങ്. In other words, it refers to identifying and analyzing and removing errors. നമുക്ക് എറർ ഉണ്ടെങ്കിൽ ആ എററിനെ ഐഡന്റിഫൈ ചെയ്യുക, പിന്നെ അത് അനലൈസ് ചെയ്യുക, പിന്നെ അതിനെ റിമൂവ് ചെയ്യുക. ഡീബഗിംഗ് പ്രോസസ്സ് പറഞ്ഞാൽ എന്താണ്? പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആൻഡ് റിപ്പോർട്ട് പ്രിപ്പറേഷൻ. ആദ്യം പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് പ്രിപ്പറേഷൻ റിപ്പോർട്ട് ചെയ്യുക, പിന്നെ അസൈനിങ് ദ റിപ്പോർട്ട് ടു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ടു ദ ഡിഫക്ട് ടു വെരിഫൈ ഇറ്റ് ഈസ് ജെന്യുവൻ. ഡിഫക്ട് അനലൈസിസ് യൂസിംഗ് മോഡലിംഗ്, ഡോക്യുമെന്റേഷൻ ആൻഡ് ഫൈൻഡിംഗ് ആൻഡ് ടെസ്റ്റിംഗ് കാൻഡിഡേറ്റ് ഫ്ലോസ് എക്സെട്ര. ഡിഫക്ട് റെസൊല്യൂഷൻ ബൈ മേക്കിംഗ് റിക്വയർഡ് ചേഞ്ചസ് ടു ദ സിസ്റ്റം. പിന്നുള്ളത് വാലിഡേഷൻ ഓഫ് കറക്ഷൻസ്. Debugging strategies എന്തെല്ലാമാണ്? ഒന്ന്, study the system for the larger duration in order to understand the system. Backward analysis of the problem, which involves tracing the problem backward from the location of failure messages in order to identify the region of faulty code. അതിന് backward analysis എന്ന് പറയും. പിന്നുള്ളത് forward analysis ആണ്.
Forward analysis of the program involves tracing the program forward using breakpoints or print statements. Pinning using the past experience of the software, debug the software with similar problems in nature. അപ്പോൾ ഡീബഗിങ്ങും ടെസ്റ്റിങ്ങിലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഡീബഗിങ്ങും ടെസ്റ്റിങ്ങും ഡിഫറെൻ്റ് ആണ്. ടെസ്റ്റിംഗ് ഫോക്കസ് ചെയ്യുന്നുണ്ട് on finding bugs, errors. Debugging starts after a bug has been identified in the software. Testing used to ensure that the program is correct and it's supposed to do with specific minimum success rate. Testing can be manual or automated. Testing ഒന്നെങ്കിൽ manual ആവാം അല്ലെങ്കിൽ automated ആവാം. അപ്പോൾ several different type of testing ഉണ്ട്. Unit testing, integrating testing, alpha and beta testing, etc. Alpha and beta testing പറഞ്ഞാൽ acceptance testing ന്റെ ഒരു ഭാഗമാണ്. Debugging require ചെയ്യുന്നുണ്ട് a lot of knowledge, skills and expertise. It is supported by some automated tools available, but it is more of a manual process as every bug is different and requires a different technique, unlike a predefined testing mechanism. White box testing പറഞ്ഞാൽ ഒരു software testing technique ആണ് in which internal structure, design and coding of software are tested to verify the flow of input output and to improve the design, usability and security. White box testing code visible ആണ് to testers, so it is also called clear box testing. Open box testing, transparent box testing, code based testing and glass box testing. Basis pass testing പറഞ്ഞൊരു white box testing method ആണ്. അത് create ചെയ്യും executing test for all possible paths results in 100% statement coverage and 100% branch coverage. പിന്നെയുള്ളത് black box testing ആണ്. Black box testing is a software testing method in which the functionalities of software applications are tested without having the knowledge of internal code structure. അപ്പം സോഫ്റ്റ്വെയറിന്റെ അപ്ലിക്കേഷന്റെ ഫങ്ഷണാലിറ്റിനെ ടെസ്റ്റ് ചെയ്യും വിത്തൗട്ട് ദ നോളജ് ഓഫ് ഇന്റേണൽ കോഡ് സ്ട്രക്ചർ. അതിനാണ് ബിഹേവിയറൽ ടെസ്റ്റിംഗ് എന്നും പറയും. ഇതിൽ ഡിസൈൻ ഹിഡൻ ആണ്. Defining content testing. Content testing usability testing എന്നും പറയും. It can simply be defined as a practice of testing whether the written content is appropriate and suitable for audience in question, and whether or not they are able to understand and comprehend it. അപ്പം കണ്ടന്റ് ടെസ്റ്റിംഗിന്റെ മെയിൻ എയിം പറഞ്ഞാൽ വാലിഡേറ്റ് യൂസർ എക്സ്പീരിയൻസ് ആണ്. വാട്ട് ഈസ് യൂസർ ഇന്റർഫേസ് ടെസ്റ്റിംഗ്? യൂസർ ഇന്റർഫേസ് ടെസ്റ്റിംഗ് പറഞ്ഞാൽ ടെസ്റ്റിംഗ് ടെക്നിക് ആണ്. അതായത് ഐഡന്റിഫൈ ചെയ്യും പ്രസൻസ് ഓഫ് ഡിഫക്ട്സ് പ്രോഡക്റ്റ് സോഫ്റ്റ്വെയർ അണ്ടർ ടെസ്റ്റ് ബൈ എ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. അതിന് GUI എന്ന് പറയും. GUI ടെസ്റ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്. GUI is a hierarchical graphical front end to the application, contains graphical objects with a set of properties. അപ്പോൾ അത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് graphical objects with a set of properties. അതൊരു hierarchical structure ആണ്. During execution, the values of properties of each objects of the GUI define GUI state. GUI state അത് contain ചെയ്യും. It has capabilities to exercise GUI events like key press, mouse click. അപ്പം മൗസ് ക്ലിക്ക്, കീ പ്രസ്, ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇല്ല GUI events. Able to provide inputs to the GUI objects. To check the GUI representations to see that if they are consistent with the expected ones. It strongly depends on the user technology. അപ്പോൾ GUI ടെസ്റ്റിംഗിന്റെ അപ്രോച്ച് ഒന്ന് മാനുവൽ ബേസ്ഡ്, പിന്നെ ക്യാപ്ചർ ആൻഡ് റീപ്ലേ, പിന്നെ മോഡൽ ബേസ്ഡ് ടെസ്റ്റിംഗ്. What is component-based testing? Component testing is also known as unit testing, program testing or module testing. അപ്പം testing is performed on each individual component. അതിനെ യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയും. അപ്പോൾ ഓരോ യൂണിറ്റിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് കോമ്പണന്റ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. Navigation test analyze how users navigate through your website or application given a specific task or goal. The results help you hone critical user flows and improve the information architecture. What is security testing?
സെക്യൂരിറ്റി ടെസ്റ്റിംഗ് എന്നൊരു ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആണ്. അത് അൺകവർ ചെയ്യുന്നുണ്ട് vulnerabilities, threats and risk in software application and prevents malicious attacks from intruders. അപ്പോൾ വൈറസോ ട്രോജനോ വേമോ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ മാലിഷ്യസ് അറ്റാക്സ് ഫ്രം ഹാക്കേഴ്സ് ഇൻട്രൂഡേഴ്സ് എന്ന് പ്രിവെന്റ് ചെയ്യും. അതാണ് സെക്യൂരിറ്റി ടെസ്റ്റിംഗ്. പർപ്പസ് ഓഫ് സെക്യൂരിറ്റി ടെസ്റ്റ് ഈസ് ടു ഐഡന്റിഫൈ ഓൾ പോസിബിൾ ലൂപ്പ് ഹോൾസ്. അപ്പോൾ എന്തെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടോ അല്ലെങ്കിൽ വീക്ക്നെസ് ഉണ്ടോ സിസ്റ്റത്തിൽ നോക്കുന്ന ടെസ്റ്റാണ് സെക്യൂരിറ്റി ടെസ്റ്റിംഗ്. നമുക്ക് ടൈപ്പ് ടെസ്റ്റിംഗിൽ ഫസ്റ്റ് വൾനറബിലിറ്റി സ്കാനിങ്, പിന്നെ സെക്യൂരിറ്റി സ്കാനിങ്, പിന്നെ പെനിട്രേഷൻ ടെസ്റ്റിംഗ്, റിസ്ക് അസസ്മെന്റ്, സെക്യൂരിറ്റി ഓഡിറ്റിംഗ്, പോസ്റ്റർ അസസ്മെന്റ്, എത്തിക്കൽ ഹാക്കിംഗ്. Software engineering, software maintenance. Software maintenance must be performed in process of modifying a software product after it has been delivered to the customer. അപ്പോൾ സോഫ്റ്റ്വെയർ മെയിൻ്റെനൻസ് പറഞ്ഞാൽ പ്രോസസ് ഓഫ് മോഡിഫൈങ് ദ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ആണ് ആഫ്റ്റർ ഇറ്റ് ഈസ് ഡെലിവേർഡ് ടു ദ കസ്റ്റമർ. കസ്റ്റമറിന് പ്രോഡക്റ്റ് കൊടുത്ത ശേഷം നമ്മൾ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് മോഡിഫൈ ചെയ്യുന്നതിനെയാണ് സോഫ്റ്റ്വെയർ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. The main purpose of software maintenance is to modify and update a software application after delivery to correct faults and to improve the performance. പിന്നെ മെയിൻ്റെനൻസിന്റെ നീഡ് നമുക്ക് നോക്കാം. മെയിൻ്റെനൻസിന്റെ നീഡ് പറഞ്ഞാൽ ഒന്ന് കറക്റ്റ് ഫോൾട്സ് എല്ലാം കറക്റ്റ് ചെയ്യുക, പിന്നെ ഡിസൈൻ ഇംപ്രൂവ് ചെയ്യുക, എൻഹാൻസ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുക, ഇന്റർഫേസ് വിത്ത് അതർ സിസ്റ്റംസ്, അക്കോമഡേറ്റ് പ്രോഗ്രാംസ്, മൈഗ്രേറ്റ് ലീഗസി സോഫ്റ്റ്വെയർ, റിട്ടയർ സോഫ്റ്റ്വെയർ. ഇനി നമുക്ക് കാറ്റഗറീസ് ഓഫ് സോഫ്റ്റ്വെയർ മെയിൻ്റെനൻസ് നോക്കാം. ഒന്ന് കറക്റ്റീവ് മെയിൻ്റെനൻസ്, മറ്റൊന്ന് അഡാപ്റ്റീവ് മെയിൻ്റെനൻസ്, പെർഫെക്റ്റീവ് മെയിൻ്റെനൻസ് ആൻഡ് പ്രിവെന്റീവ് മെയിൻ്റെനൻസ്. കറക്റ്റീവ് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ ടു റെക്ടിഫൈ സം ബഗ്സ് ഒബ്സർവ്ഡ് വൈൽ ദ സിസ്റ്റം ഈസ് ഇൻ യൂസ്. അപ്പോൾ സിസ്റ്റം യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ബഗ്സ് ഉണ്ടെങ്കിൽ അതിനെ ഫിക്സ് ചെയ്യുന്നതിനെയാണ് കറക്റ്റീവ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. അഡാപ്റ്റീവ് മെയിൻ്റെനൻസ് പറഞ്ഞാൽ ഇപ്പം ഒരു ന്യൂ പ്ലാറ്റ്ഫോമിൽ നമ്മൾ റൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മോഡിഫിക്കേഷൻ അപ്ഡേഷനെയാണ് നമ്മൾ അഡാപ്റ്റീവ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് പെർഫെക്റ്റ് മെയിൻ്റെനൻസ് ആണ്. എ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് നീഡ്സ് മെയിൻ്റെനൻസ് ടു സപ്പോർട്ട് ന്യൂ ഫീച്ചേഴ്സ് that the users wants or change different type of functionalities of the system. പിന്നെ ഉള്ളത് പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ആണ്. This type of maintenance includes modifications and updations to prevent future problems. അപ്പോൾ അത് ഫ്യൂച്ചർ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇൻ ദ ഫ്യൂച്ചറിൽ ഉള്ള പ്രോബ്ലംസിനെല്ലാം റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിൻ്റെനൻസിനെയാണ് പ്രിവെന്റീവ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് സോഫ്റ്റ്വെയർ റീ എഞ്ചിനീയറിംഗ് ആണ്. സോഫ്റ്റ്വെയർ റീ എഞ്ചിനീയറിംഗ് പറഞ്ഞാൽ ഒരു പ്രോസസ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണ് വിച്ച് ഈസ് ഡൺ ടു ഇംപ്രൂവ് ദ മെയിൻ്റെനബിലിറ്റി ഓഫ് എ സോഫ്റ്റ്വെയർ സിസ്റ്റം. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന്റെ മെയിൻ്റെനബിലിറ്റിനെ ഇംപ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. റീ എഞ്ചിനീയറിംഗ് പറഞ്ഞാൽ എക്സാമിനേഷൻ ആൻഡ് ഓൾട്ടറേഷൻ ഓഫ് എ സിസ്റ്റം ആണ് ടു റീകൺസ്ട്രക്ട് ഇറ്റ് ഇൻ എ ന്യൂ ഫോം. The process encompasses a combination of sub-processes like reverse engineering, forward engineering and reconstructing etc. അപ്പോൾ ഇതിന്റെ സൈക്കിൾ നമുക്ക് കാണാൻ പറ്റും. ഇൻവെന്ററി അനാലിസിസ്, ഡോക്യുമെന്റ് റീകൺസ്ട്രക്ഷൻ, റിവേഴ്സ് എഞ്ചിനീയറിംഗ്, കോഡ് റീകൺസ്ട്രക്ഷൻ, ഡാറ്റ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഫോർവേഡ് എഞ്ചിനീയറിംഗ്. സോഫ്റ്റ്വെയർ റീ എഞ്ചിനീയറിംഗ് പറഞ്ഞാൽ എക്സാമിനേഷൻ ആൻഡ് ഓൾട്ടറേഷൻ ഓഫ് എ സിസ്റ്റം ആണ് ടു റീകൺസ്ട്രക്ട് ഇറ്റ് ഇൻ എ ന്യൂ ഫോം. The principles of re-engineering when reapplied to the software development process is called the software re-engineering. ഇത് എഫക്ട് ചെയ്യുന്നുണ്ട് പോസിറ്റീവ്ലി as a software cost, quality, service to the customer and speed of delivery. സോഫ്റ്റ്വെയർ റീ എഞ്ചിനീയറിംഗിൽ നമ്മൾ സോഫ്റ്റ്വെയറിനെ ഇംപ്രൂവ് ആക്കും ടു മേക്ക് ഇറ്റ് മോർ എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ്. അപ്പോൾ ഇതിന്റെ സൈക്കിൾ നമുക്ക് നോക്കാം. ഇൻവെന്ററി അനാലിസിസ്, ഡോക്യുമെന്റ് റീകൺസ്ട്രക്ടിങ്, reverse engineering, code reconstructing, data reconstructing and forward engineering. Re-engineering cost factors. അപ്പം ക്വാളിറ്റി ഓഫ് സോഫ്റ്റ്വെയർ ടു ബി റീ എഞ്ചിനീയർഡ്. അപ്പം ഏത് ആ സോഫ്റ്റ്വെയറിന്റെ ക്വാളിറ്റി നോക്കും. പിന്നെ ടൂൾ സപ്പോർട്ട് അവൈലബിലിറ്റി ഫോർ എഞ്ചിനീയറിംഗിന്റെ അവൈലബിലിറ്റി നോക്കും. എക്സ്റ്റെൻഡ് ഓഫ് ഡാറ്റ കൺവേർഷൻ വിച്ച് ഈസ് റിക്വയർഡ്, അവൈലബിലിറ്റി ഓഫ് എക്സ്പെർട്ട് സ്റ്റാഫ് ഫോർ റീ എഞ്ചിനീയറിംഗ്. Software reverse engineering is a process of recovering a design, requirement specification, and functions of a product from an analysis of its code. It builds a program database and generates information from this. The purpose of reverse engineering is to facilitate the maintenance work by improving the
understandability of a system and produce necessary documents for a legacy system. അപ്പോൾ റിവേഴ്സ് എഞ്ചിനീയറിംഗിന്റെ ഗോൾസ് എന്താണ്? ഒന്ന് കോംപ്ലക്സിറ്റിയിൽ നിന്ന് കോപ്പപ്പ് ചെയ്യുക, പിന്നെ ഇൻഫർമേഷൻ എന്തെങ്കിലും ലോസ് ആയിരുന്നെങ്കിൽ അത് റിക്കവർ ചെയ്യുക, പിന്നെ സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യുക, പിന്നെ സിന്തസൈസ് ഹയർ അബ്സ്ട്രാക്ഷൻ, ഫെസിലിറ്റേറ്റ് റീയൂസ്, അത് റീയൂസബിൾ കോഡ് ആയിട്ട് യൂസ് ചെയ്യുക. സ്റ്റെപ്സ് ഓഫ് സോഫ്റ്റ്വെയർ റിവേഴ്സ് എഞ്ചിനീയറിംഗ്. ഒന്ന് കളക്ഷൻ ഇൻഫർമേഷൻ, examining the information, extracting the structure, recording the functionality, recording data flow, recording control flow, review extracted design, generated documentation. Software reconstruction is a form of perfective maintenance that modifies the structure of a program source code. അപ്പോൾ source code ന്റെ structure എന്നാ modify ചെയ്യും, അതാണ് software restructuring. Its goal is increased maintainability to better facilitate other maintenance activities such as new functionality or correcting previously undetected errors in the software system. Forward engineering is a process of building from a high-level model or a concept to build complexities and low-level details. This type of engineering has different principles in various software and database process. Generally, forward engineering is important in IT because it represents a normal development process. For example, building from a model to an implementation language. This will often result in a loss of semantics if models are more semantically detailed or levels of abstraction. Semantic പറഞ്ഞാൽ അതിൻ്റെ മീനിങ് കറക്റ്റ് ആണോ അല്ലയോ, അതിനെയാണ് സെമാൻറ്റിക്കലി ഡീറ്റെയിൽഡ് എന്ന് പറയുന്നത്. Forward engineering is thus related to term reverse engineering, where there is an effort to build backward from a coded set to a model or to unravel the process of how something was put together. Forward engineering പറഞ്ഞാൽ process of building from a high level model or concept to build in complexities and lower level details. This type of engineering has different principles in various software and database process. For example, building from a model to an implementation language. Thank you, students.